കേരളത്തിലെ മധ്യവർഗ കുടുംബങ്ങളിലുള്ള ഒട്ടുമിക്ക യുവജനങ്ങളും തൊഴിൽ തേടി പൊയ്ക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് കാനഡ. അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടായതുകൊണ്ട് ജീവിത ചെലവ് വളരെ കൂടുതലാണെങ്കിൽ കൂടി അവിടെ പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കൂടുതലായിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യ കാനഡ ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ ഒരുപാട് കുടുംബങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങൾ പരിശോധിക്കാം. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ കുടിയേറ്റം ആരംഭിച്ചിരുന്നു. പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഒട്ടുമിക്ക പേരും അങ്ങോട്ടേക്ക് പലായനം ചെയ്തത്. അതിൽ ആദ്യകാലങ്ങളിൽ ഒരു 3 പതിറ്റാണ്ട് മുമ്പൊക്കെ പോയവരൊക്കെ, 3 തലമുറകൾക്ക് മുമ്പ് പോയവർ ആദ്യം ചെയ്തിരുന്ന ജോലി കായിക ജോലികളായിരുന്നു. അതായത് അവിടുത്തെ റെയിൽ ലൈൻ പാകുന്ന പോലുള്ള ജോലികൾ. ഇവരുടെ പിൻതലമുറക്കാരൊക്കെ വിദ്യാഭ്യാസപരമായും ബിസിനസ് പരമായും ഒക്കെ ഒരുപാട് ഉന്നതിയിലെത്തി. അവർ വലിയൊരു സാമ്പത്തിക ശക്തിയായി തന്നെ അവിടെ മാറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മുന്നിൽ നിന്നത് സിഖ് സമൂഹമാണ്. അതുകൊണ്ട് തന്നെ അവർ അവിടുത്തെ മിക്കവരും കനേഡിയൻ പൗരത്വം സ്വീകരിച്ച ഇന്ത്യക്കാരായി മാറുകയും അവിടുത്തെ ഒരു വോട്ട് ബാങ്കായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇവരിലൊരു വിഭാഗം പഞ്ചാബിലെ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണ കൊടുക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങിയത്. അടുത്തിടയ്ക്ക് ചില ഖാലിസ്ഥാൻ ഭീകരവാദികൾ അജ്ഞാതരുടെ വെടിയേറ്റ് കാനഡയിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്ന് യാതൊരു തെളിവുകളുടെയും പിൻബലമില്ലാതെ അന്നത്തെ കനേഡിയൻ ഭരണ നേതൃത്വം ആരോപിച്ചതാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ ഒരു വലിയ പരിധിവരെ നയതന്ത്ര ബന്ധത്തിൽ ഉൾപ്പെടെ ഒരു ബ്രേക്ക് ഉണ്ടാകാനായിട്ട് സംഭവിച്ചത്. അങ്ങനെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിസ നിയന്ത്രണം നിലവിൽ വന്നത്. അത് കാരണം കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും ഒക്കെ അവരുടെ അവസരം നഷ്ടമായി. ഇപ്പോഴിതാ G7 ഉച്ചകോടി നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് മഞ്ഞുരുകാൻ സഹായകമായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഈ കൂടിക്കാഴ്ചയിൽ 2024 ഒക്ടോബറിൽ ഇരു രാജ്യങ്ങളും അവരുടെ ഹൈ കമ്മീഷണർമാരെ തിരിച്ചു വിളിച്ച നടപടി പുനഃപരിശോധിക്കാനുള്ള ധാരണയായിട്ടുണ്ട്. ഈ ഹൈ കമ്മീഷണർമാരില്ലാതിരുന്നതിനാൽ വിസ നടപടികൾ മന്ദഗതിയിലായിരുന്നു പുരോഗമിച്ചിരുന്നത്. ഇനി എന്തായാലും അത് വേഗത്തിലാകും. പൗരന്മാർക്കും ബിസിനസ്സുകാർക്കും ഒക്കെയുള്ള വിസ നിയന്ത്രണങ്ങളും എടുത്തു കളയാൻ ധാരണയായിട്ടുണ്ട്. പഴയ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, അദ്ദേഹം ഇന്ത്യ വിരുദ്ധനായിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുപ്പിലൂടെ തന്നെ പുറത്തായതാണ് ഇപ്പോൾ ഇന്ത്യ കാനഡ ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് കാരണമായിട്ടുള്ളത്. ഇപ്പോഴത്തെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി നടത്തിയ ചർച്ചയിൽ വ്യാപാര ബന്ധം ഉൾപ്പെടെ പുനഃസ്ഥാപിക്കാൻ ധാരണയായിട്ടുണ്ട്. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് ധാരണയായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി നടപടികൾ എടുക്കാനായിട്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള കൂടിക്കാഴ്ചകൾ ഇനി നടക്കും. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചിരുന്നു. ആ സംഭാഷണത്തിനിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെയും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല എന്നും ഇനിയൊട്ട് സ്വീകരിക്കുക ഇല്ല എന്നും അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വളരെ അഭിനന്ദനീയമായ കാര്യം തന്നെയാണ്. നമ്മൾ ഇത് പരസ്യമായി മുമ്പും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കയോട് നേരിട്ട് ഇത് പറയുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ അതിനുശേഷവും ഡൊണാൾഡ് ട്രംപ് പരസ്യമായി തന്നെ അദ്ദേഹം കാരണമാണ് ഈ യുദ്ധം അവസാനിച്ചത്, ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് വീണ്ടും പറയുകയുണ്ടായി. പണ്ട് 8 കാലി മമ്മൂഞ്ഞും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നല്ലാതെ എന്ത് പറയാനാണ് ഇതിനൊക്കെ.